ആദ്യം ശ്രീ വി ടി ബൽറാം, ഇ പിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുഖ്യമന്ത്രി ഇ പിയെ കൈയൊഴിയുന്നു. ഇന്നിപ്പോൾ അസന്നിഗ്ധമായി എം വി ഗോവിന്ദനും കൈയൊഴിയുകയാണ്. പക്ഷേ ഇ പിയിലൂടെ ഇനി എത്ര കൈയൊഴിഞ്ഞാലും എന്ത് രാഷ്ട്രീയ അജണ്ടയാണ് ഇവർ നടപ്പാക്കാൻ ഉദ്ദേശിച്ചത് എന്നത് നിങ്ങളുടെ ശക്തമായ ആക്രമണത്തിലൂടെ വെളിവാക്കപ്പെട്ടില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ കൈയൊഴിഞ്ഞാൽ തീരുന്ന ഒരു പ്രശ്നമായിട്ടല്ല ഇത് വളർന്നിട്ടുള്ളത്. ശ്രീ ഇ പി ജയരാജൻ എന്ന് പറയുന്ന LDFന്റെ കൺവീനർ, അദ്ദേഹം നേരിട്ട് BJPക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുന്ന കാഴ്ചയാണ് ഞെട്ടലോടുകൂടി കഴിഞ്ഞ ദിവസങ്ങളിലായി കേരളം കണ്ടുകൊണ്ടിരുന്നത്. ഇ പി ജയരാജന് BJPയുടെ ഇന്നത്തെ സ്ഥാനാർത്ഥി പട്ടികയിലെ പ്രമുഖരുമായിട്ടുള്ള പലതരത്തിലുള്ള ബന്ധങ്ങളൊക്കെ കേരളം സമീപ ദിവസങ്ങളിൽ വീണ്ടും ചർച്ച ചെയ്യുന്നതാണ്. ഇ പി ജയരാജന്റെ മകന്റെ ഉടമസ്ഥയിൽ ഉണ്ടായിരുന്ന കണ്ണൂരിലെ വിവാദ റിസോർട്ട്, അത് വിവാദമൊക്കെ ഉയർന്നപ്പോൾ അദ്ദേഹം വിൽക്കുന്നതായിട്ട് പ്രഖ്യാപിക്കുന്നത് നമ്മൾ കേട്ടു. ആരാണത് വാങ്ങിയത് എന്ന് ചോദിച്ച് അതിൻ്റെ അന്വേഷണം നമ്മൾ നടത്തിയാൽ ചെന്നെത്തുന്നത് തിരുവനന്തപുരത്തെ ഇന്നത്തെ BJPയുടെ സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിലേക്കാണ് അതിൻ്റെ വേരുകൾ ചെന്നെത്തുക എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ നിലയിലുള്ള ഒരു ബന്ധം വ്യക്തിപരമായി ബിസിനസ് പരമായി ഇ പി ജയരാജൻ നിലനിർത്തുമ്പോൾ തന്നെയാണ് അദ്ദേഹം ഇവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള പ്രസ്താവനകളുമായിട്ട് രംഗത്ത് വരുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? BJPയുടെ പല സ്ഥാനാർത്ഥികളും വളരെ മികച്ച സ്ഥാനാർത്ഥികളാണ് അദ്ദേഹം ഒരു ദിവസം പറഞ്ഞു. അദ്ദേഹം വേറെ ദിവസം പറഞ്ഞു കേരളത്തിലെ മത്സരം എന്ന് പറയുന്നത്. ഒരു സംശയം ചോദിക്കട്ടെ, ഈ വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ, അതിന്റെ ഭാഗമായി രാജീവ് ചന്ദ്രശേഖറിന് ഇ പി യഥാർത്ഥത്തിൽ നൽകുന്ന പിന്തുണ, മറ്റ് 4 പേരൊക്കെ ഇന്നിപ്പോ രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ മേമ്പൊടിക്ക് പറയുന്നതാണ്. രാജീവ് ചന്ദ്രശേഖറിലേക്ക് മാത്രമായി ശ്രദ്ധ ചുരുങ്ങി സ്വയം പ്രതിരോധത്തിലാകാതിരിക്കാനുള്ള ഇ പിയുടെ തന്ത്രം, ഇതൊക്കെ നിങ്ങളുടെ രാഷ്ട്രീയ ആരോപണങ്ങളാണ്. ഇതിനപ്പുറം രാജീവ് ചന്ദ്രശേഖറിന്റെ സംരക്ഷകനായി, അദ്ദേഹത്തിന്റെ വിജയം ഉറപ്പിക്കാൻ ബാധ്യതപ്പെട്ട ഒരാളായി ഇ പി മാറുന്ന താല്പര്യം എന്താണ് ഇ പിയുടെ? അല്ല, ഞാനത് ഇ പിയുടെ ബിസിനസ് താല്പര്യം മാത്രമായിട്ട് കരുതുന്നില്ല. ഒരു പരിധിക്കപ്പുറം ഈ വിവാദം വളർന്നപ്പോൾ പ്രതിരോധത്തിലാവുന്നതിൻ്റെ തിരിച്ചറിവിൽ ഒരുപക്ഷെ CPMന്റെ ഉന്നത നേതൃത്വത്തിന്, പിണറായി വിജയനും ഗോവിന്ദൻ മാസ്റ്റർക്കും അദ്ദേഹത്തെ കൈയൊഴിയേണ്ട ഒരു സാഹചര്യം പുതുതായിട്ട് വന്നു. മറ്റൊരു രൂപത്തിൽ ചോദിച്ചോട്ടെ, ഈ വൈദേഹം റിസോർട്ടിന്റെ ഒരു ചെറിയ ആ പറയുന്ന സ്ഥലത്തേക്ക് മാത്രമായി ഇതിനെ പരിമിതപ്പെടുത്തണ്ട. അവിടെ രാജീവ് ചന്ദ്രശേഖറിന്റെ സ്ഥാപനം ഇതുമായി ബന്ധപ്പെട്ട അത് ഏറ്റെടുക്കുന്നതിന് മുൻപ് കണ്ട ഒരു കാര്യമുണ്ടല്ലോ, അത് ED എവിടെ എത്തിയതല്ലേ? പിന്നീട് എന്തായി? പൊടി പോലും ഇല്ലായിരുന്നല്ലോ കണ്ടുപിടിക്കാൻ. അതിനുശേഷമാണല്ലോ ഇങ്ങനെ ഒരു ബിസിനസ് ധാരണ ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണോ CPM നിങ്ങളെ അടക്കം പരിഹസിക്കാനായി ഉപയോഗിക്കുന്നത്, അതായത് കോൺഗ്രസ്സുകാരെല്ലാം ഒറ്റയടിക്ക് ചാടി അപ്പുറത്തേക്ക് പോകുന്നു, BJP കേന്ദ്ര ഏജൻസികളെ കാണിച്ച് പേടിപ്പിക്കുമ്പോൾ, ഇവിടെ ഇ പി ചെയ്തത് എന്താണ്? അങ്ങനെയെങ്കിൽ കേരളത്തിൽ ED വന്നില്ലല്ലോ പിന്നെ വൈദേഹം റിസോർട്ടിലേക്ക്. കരുവന്നൂരിലേക്ക് ED എത്താതിരിക്കുന്നതിൻ്റെ പ്രതിരോധവും ഇ പി തന്നെയാണോ? അങ്ങനെയെങ്കിൽ അതിനപ്പുറത്ത് കേന്ദ്ര ഏജൻസി വന്നാൽ ഏതൊക്കെ മടികളിൽ കനമുണ്ട് എന്നത് അന്വേഷിക്കും എന്നതിൻ്റെ ഭാഗമായി മറ്റു പലർക്കും ചങ്കിടിപ്പുണ്ടോ? അവർക്കൊക്കെ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട പരിചയമായിരുന്നോ ഇ പി? വേണു ഇപ്പൊ ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് കേരളത്തിലെ മുഴുവൻ ആളുകളുടെയും മനസ്സിലുള്ളത്. ഏതെങ്കിലും ഒരാൾ ഒരു പാർട്ടി ഉപേക്ഷിച്ച് BJPയിലേക്ക് പോകുമ്പോൾ അതിനെ രാഷ്ട്രീയമായിട്ടുള്ള ചുവടുമാറ്റമായിട്ട്, വ്യക്തിയുടെ ഒരു തീരുമാനമായിട്ട്, വ്യക്തിയുടെ ഒരു ഇച്ഛാഭംഗത്തിന്റെ ഭാഗമായിട്ടുള്ള അക്കരപ്പച്ച തേടലായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇപ്പൊ സമീപ ദിവസങ്ങളിൽ കേരളത്തിൽ അത്തരത്തിൽ പോയ ആളുകൾക്കൊക്കെ ഈ പോകുന്ന സ്ഥലത്തുണ്ടായിരുന്ന വില എന്താണ്, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ലഭിക്കുന്ന വില എന്താണെന്നൊക്കെ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലേക്കല്ല ചർച്ച. ഇവിടെ LDFന്റെ കൺവീനർ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അദ്ദേഹം BJPക്ക് വേണ്ടി ബാറ്റ് ചെയ്യുകയാണ്. അദ്ദേഹം പറഞ്ഞ എത്ര അപകടകരമായിട്ടുള്ള പ്രസ്താവനയാണെന്ന് ആലോചിച്ച് നോക്കൂ. അത് ഒരു ബിസിനസ് ബന്ധത്തിന്റെ പേരിൽ, അദ്ദേഹത്തിന്റെ ED പേടിയുടെ പേരിൽ ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. BJP കേരളത്തിലെ 20 സീറ്റിൽ മിക്കവാറും സീറ്റുകളിലൊക്കെ 2ാം സ്ഥാനത്ത് എത്തും എന്ന് LDFന്റെ കൺവീനർ പറയുകയാണ്. UDF 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുമെന്ന് പറയുകയാണ്. 20 MP-മാരിൽ 18 MP-മാർ UDFന്റെ സിറ്റിംഗ് MP-മാരായിട്ടുള്ള ഒരു സംസ്ഥാനത്ത് 5 വർഷത്തിന് ശേഷം ഇലക്ഷൻ നടക്കുമ്പോൾ UDF ആ സീറ്റുകളിലൊക്കെ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടും, 2ാം സ്ഥാനത്ത് BJP വരും, പല സ്ഥലങ്ങളിലും BJP ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് BJPക്ക് വേണ്ടി ബാറ്റ് ചെയ്യാണ്. പിണറായി ഇന്നലെയും എം വി ഗോവിന്ദനും ഇ പിയെ തള്ളിപ്പറയണം. സ്വാഭാവികമായും നിങ്ങൾക്ക് ഗുണകരമാകുന്ന ഒരു നിലപാട് എന്തായാലും ഇ പിയെ തള്ളിക്കൊണ്ട് പിണറായിയും എം വി ഗോവിന്ദനും എടുക്കേണ്ടതില്ലല്ലോ. അങ്ങനെയെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഇ പിയെ തള്ളിയുള്ള നീക്കത്തിന്റെ പിന്നിലെ താല്പര്യം?
താല്പര്യമൊന്നുമില്ല. അത് ഒരു വിവാദം എന്ന നിലയിൽ അത് പരിധിക്കപ്പുറത്തേക്ക് പോയി എന്നും അതുണ്ടാക്കുന്ന ഡാമേജ് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ഡാമേജ് കൺട്രോൾ എക്സസൈസ് എന്ന നിലയിൽ EPയെ ഒറ്റ തിരിച്ച് മാറ്റി നിർത്തി അത് തള്ളി പറയുന്നു എന്നുള്ളൊരു നാടകമായിട്ട് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു കൂട്ടരുമായാണ് മത്സരം യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ അതൊരു കേഡർ പാർട്ടിയാണല്ലോ, അതിന്റെ സംഘടനാ സവിശേഷതകൾ തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് MV ഗോവിന്ദൻ എന്ന് മറുപടി പറഞ്ഞത്. ഞങ്ങളിപ്പോൾ മറ്റൊരു കൂട്ടരാണ് എതിർകക്ഷികൾ എന്ന് പറഞ്ഞാൽ, അവരുമായാണ് നേർക്കുന്ന യഥാർത്ഥ പോരാട്ടം എന്ന് പറഞ്ഞാൽ, അതിനുശേഷം വേറൊരു കൂട്ടരുമായിട്ടാണ് മത്സരം, അങ്ങനെയൊന്നും പറഞ്ഞു നിൽക്കാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ അടവു നയമടക്കമുള്ള കാര്യങ്ങളിൽ മാറ്റം വരുത്തേണ്ടി വരും. അങ്ങനെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ, ഒരർത്ഥത്തിൽ EPയെ പരസ്യമായി സെൻഷർ ചെയ്യുന്ന വിധത്തിൽ രാഷ്ട്രീയ നയം MV ഗോവിന്ദൻ വ്യക്തമാക്കാൻ നിർബന്ധിക്കപ്പെട്ട സാഹചര്യം എന്താണ്? ഇല്ല, MV ഗോവിന്ദന്റെയോ പിണറായി വിജയന്റെയോ ഈ പുതിയ സ്റ്റേറ്റ്മെന്റുകളിൽ ഞങ്ങൾക്കൊരു ആവേശം കൊള്ളാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. ഞാൻ പറയുന്നത് ഇവർ ഇപ്പോഴും ഒരു നാടകം എന്ന നിലയിൽ ജയരാജനെ തള്ളി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ, ആവർത്തിച്ചുണ്ടാക്കിയ പ്രസ്താവനകൾ ഉണ്ടാക്കിയ ഡാമേജ് ഇറ്റ് ഈസ് ഓൾറെഡി ഡൺ. അതിൽ നിന്നുള്ള ഒരു ഡാമേജ് കൺട്രോൾ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ്. ശരി, പക്ഷെ അപ്പോഴും നിങ്ങളുടെ പ്രതിരോധം എന്താണ് EP ഉന്നം വയ്ക്കുന്നത്? EPയുടെ പിന്നിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ഒരു ആലങ്കാരികമായ തള്ളിപ്പറച്ചിലിനപ്പുറം ഇതുവരെ അവർ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നതും ഇപ്പോഴും അവർ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നതും നാളെ പിന്തുടരാനിരിക്കുന്നതുമൊക്കെയായ രാഷ്ട്രീയം നിങ്ങളെ ഇല്ലാതാക്കി BJPയെ മുഖ്യധാരയിൽ കൊണ്ടുവരിക എന്നതാണ് CPM ഉന്നമിടുന്നത് എന്നത് സ്ഥാപിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ഇന്നലെ അല്ലല്ലല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിണറായിയും ഇന്ന് MV ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ സംഘടനാപരമായ ഒരു പദം തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സംഘടനാ രാഷ്ട്രീയത്തിൻ്റെ സംജ്ഞ തന്നെ ഉപയോഗിച്ചുകൊണ്ട് EPയെ തള്ളി പറഞ്ഞിരിക്കുന്നത്. ഞാൻ അങ്ങയിലേക്ക് വരാം.